ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പാസിഘട്ട് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അരുണാചലിലുള്ള പാസിഘട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അരുണാചലിലേക്ക് വേറെ ഏത് സ്റ്റേറ്റിൽ നിന്ന് പോവുകയാണെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പാസ്സൊക്കെ എടുത്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ വീടൊക്കെ ഫുള്ള് എന്താ പറയുക, പനയോല, ബാമ്പു അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചെറിയ ചെറിയ കുടിലുകളൊക്കെ പോലെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാലും ലൊക്കേഷൻ മാറും. അത് എൻ്റെ ഏട്ടായിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവനിവിടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ പെട്ടെന്ന് സ്ഥലം മനസ്സിലായില്ല. അപ്പോൾ വേറെ സ്ഥലത്തേക്ക് എത്തി. ഇത് ഈ ഒരു വീട് കണ്ടോ, നല്ല ഒരു അതിൻ്റെ അവരുടെ മുറ്റവും അവരുടെ വീട് കണ്ടോ, ഹൈറ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയി സൈഡിലൊക്കെ ഒരുപാട് അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ലൊരു പ്ലേസാണ്. അത് ആ കാണുന്ന മലയൊക്കെ കണ്ടോ, അതിൻ്റെ അപ്പുറത്താണ് ചൈന എന്നാണ് ഇവൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ പാസിഘട്ട് അതിൻ്റെ മേലെ എത്തി, ആ പ്ലേസിലെത്തി. നമ്മളിപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ മേലെയാണുള്ളത്. ഇതിന് മുന്നേ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് അവർ ആ ഒരു പാർക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു വലിയൊരു ബ്രിഡ്ജാണ് കണ്ടോ. ആ ഒരു പാസിഘട്ട് നദിയാണ്, അത് വലിയൊരു നദിയാണ്. പക്ഷെ ഇപ്പം അത്ര വലിയ വെള്ളമൊന്നും ഇല്ല, കാരണം ആ മിഡിലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, വലിയ വെള്ളമൊന്നുമില്ല. താഴേക്ക് നമ്മൾ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. താഴേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ വെള്ളത്തിലൊക്കെ ഇറങ്ങാം. അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് മറ്റേ ടെൻറ്റ് പോലെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കുറേ കപ്പിൾസ് ഉണ്ട്, കുറേ ഫാമിലീസ് ഉണ്ട്. ആ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ സംഭവം ഉണ്ട്. അവിടെ ഓരോ ആൾക്കാർ അവരുടേതായ രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അത് റെൻറ്റ് ചെയ്തിട്ട് അവരവരുടേതായ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്. ഈ നദി ഇങ്ങനെ മലയിൽ നിന്നെല്ലാം ഒഴുകി വരുന്നത് കൊണ്ട് വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര റിഫ്രഷിങ് മൊമെൻ്റാണ് അവിടെ. കുറേ പേര് ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാം, പക്ഷേങ്കിൽ കുറച്ച് കെയർഫുള്ളാവണം. ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായി, നമ്മളെ വ്ളോഗർ ചിത്രം പറയുന്ന പോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഇത് ഞങ്ങൾ അന്ന് സ്റ്റേ ചെയ്ത പ്ലേസാണ്. ഇവിടുന്ന് നെക്സ്റ്റ് ഡേ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നാണ് വിചാരിച്ചത്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണാം.